ഒക്ടോബർ 22, 2012 USA പെൻസിൽവേനിയയിൽ വെറും 10 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. അവളെ നോക്കാൻ അവളുടെ കൂടെയുണ്ടായിരുന്ന അവളുടെ അമ്മാമ്മയെ വീട്ടിൽ കൊല്ലപ്പെട്ട രീതിയിൽ കാണപ്പെടുന്നു. ആരാണിത് ചെയ്തത്? എന്തിനു വേണ്ടിയാണിത് ചെയ്തത്? നിങ്ങളും എന്നെപ്പോലെ ക്രൈം സ്റ്റോറീസ് കേൾക്കാനും കാണാനും താല്പര്യമുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് ടു കീപ്പ് വാച്ചിങ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കേസ് പെർട്ടിക്കുലർലി ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ, USA ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ വളരെയധികം മുൾമുനയിൽ നിർത്തിച്ച, 4 ദിവസം മുൾമുനയിൽ തന്നെ നിർത്തിച്ച ഒരു കേസാണ്. അപ്പോൾ ഇത് വെങ്കട്ട് വെണ്ണ ആൻഡ് ചെഞ്ചുലാത്ത എന്ന ദമ്പതികളുടെ ഒരു കേസ് സ്റ്റോറിയാണ്. വെങ്കട്ട് വെണ്ണ ആൻഡ് ചെഞ്ചുലാത്ത ഫെബ്രുവരി 2007 അവരുടെ ബിഗ് അമേരിക്കൻ ഡ്രീം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി അവർ USA ഫ്ലൈറ്റ് കയറി. അവിടെ എത്തി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ 2 പേർക്കും IT സെക്ടറിലൊരു ജോലി സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും കംഫർട്ടബിളായിട്ട് നല്ലൊരു ജീവിതം തന്നെ USA അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫിലേക്ക് കൂടുതൽ മാധുര്യം നിറച്ചുകൊണ്ട് അവൾക്കൊരു പെൺകുട്ടി ജനിക്കുകയാണ്. ജനുവരി 2, 2012 അവരവരുടെ ഈ പൊന്നു മോൾക്ക് സാൻവി എന്ന് പേരിട്ടു. സാൻവി നല്ല ഉണ്ട കണ്ണുള്ള, ഭയങ്കര ഓമനത്വമുള്ള നല്ലൊരു മോളായിരുന്നു. മകള് ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സാൻവിയുടെ അമ്മൂമ്മ, അതായത് സത്യവതി, ആന്ധ്രാപ്രദേശിൽ ഒരുപാട് സന്തോഷിച്ച് ആ കൊച്ചിനെ ഒന്ന് ഓമനിക്കാനായിട്ട് കൊതിച്ചുകൊണ്ട് അവരുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കെ ആ വർഷം തന്നെ അവർ കുറച്ചും കൂടി ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് കൂടുതലുള്ള, സാൻവിക്കും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് കിട്ടുമെന്ന് ഉറപ്പുള്ള മെർക്കിസ് അപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഓഫ് പെൻസിൽവേനിയയിലെ കിങ് ഓഫ് പേർഷ്യ എന്ന സ്ഥലത്തെ മെർക്കിസ് അപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. ഈ മെർക്കിസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിൽ തന്നെ A ബ്ലോക്ക്, B ബ്ലോക്ക്, C ബ്ലോക്ക് അങ്ങനെ 3 ബ്ലോക്ക്സ് ഉണ്ട്. അതിൽ കൂടുതലുള്ളതും ഇന്ത്യൻ കമ്മ്യൂണിറ്റീസാണ്. അപ്പോൾ അവരുടെ ഫെസ്റ്റിവൽസ്, എസ്പെഷ്യലി ഈ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു കൂടുതൽ തന്നെ ഉള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു അത്. അപ്പോൾ അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷങ്ങളും ഒക്കെ നമുക്ക് ഓണമൊക്കെ ഉള്ള പോലെ തന്നെ അവർക്കും അവരുടേതായിട്ടുള്ള ഗണേശ ചതുർത്ഥി, അങ്ങനത്തെ ഓരോ ഫെസ്റ്റിവിറ്റീസും ആഘോഷിക്കാനായിട്ട്, ആഘോഷങ്ങളിലും എല്ലാം പങ്കെടുക്കാനായിട്ട് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ കൂടുതലുള്ളപ്പോൾ നമുക്ക് ഹോം സിക്നെസ് കുറവായിരിക്കുമെന്നാണല്ലോ. സോ അതുകൊണ്ട് തന്നെ അവരത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് അവരത് കണക്കാക്കി അവരങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോഴാണ് നമ്മുടെ സാൻവിയുടെ അമ്മൂമ്മയായിട്ടുള്ള സത്യവതി അവിടെ ലാൻഡ് ചെയ്യുന്നത്. സത്യവതിയും കൂടി വന്നപ്പോൾ ചെഞ്ചുലതയും വെങ്കട്ട് വെണ്ണയ്ക്കും അത് ഒത്തിരി ആശ്വാസം തരുന്നതായിരുന്നു. കാരണം 6 മാസത്തെ മെറ്റേണിറ്റി ലീവിന് ശേഷം ചെഞ്ചുലതയ്ക്ക് ജോബിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ടെൻഷനോ വറീസോ ഒന്നുമില്ലാണ്ട് വീട്ടിൽ അമ്മൂമ്മയുണ്ട്. ഒരു കൊച്ചിനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിൽ പകരം എന്ത് വേണം? സ്വന്തം അമ്മാമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാനും അമ്മാമ്മയ്ക്ക് നോക്കാനും താലോലിപ്പിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സമയം. ഒരു വറീസും ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെഞ്ചുലതയ്ക്കും വെങ്കട്ട് വെണ്ണയ്ക്കും ജോലിക്ക് പോകാം. അങ്ങനെ അവർ സന്തോഷിച്ചും. അടുത്തുള്ള എല്ലാവർക്കും സത്യവതിനെ അറിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ അമ്മമാരെ അറിയാലോ, നെയ്ബേഴ്സിനെല്ലാം വീട്ടിൽ പോവുക, അവരെ പരിചയപ്പെടുക, കൊച്ചിനെ എടുത്ത് പുറത്ത് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള നെയ്ബേഴ്സിനൊക്കെ സത്യവതിനെയും നമ്മുടെ സാൻവിനെയും ഒക്കെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെഞ്ചുലതയുടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അവർ. അത്യാവശ്യം ആഘോഷമായി, അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും അത്യാവശ്യം ആഘോഷിച്ച് അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനെ, അടുത്തുള്ള ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവർ ആഘോഷിച്ചു. അങ്ങനെ പോയി നമ്മുടെ ഒക്ടോബർ 22, 2012 ആ ദിവസം വന്നെത്തി. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. എന്നത്തെയും പോലെ ചെഞ്ചുലതയും
വെങ്കട്ട് വെണ്ണിയും ജോലിക്ക് പോയി. അമ്മമ്മയായിട്ടുള്ള സത്യവതി മകളെ നോക്കി വീട്ടിലിരിപ്പായിരുന്നു. അന്നേ ദിവസം ചെഞ്ചുലത പലതവണ സത്യവതിനെ വിളിക്കാൻ നോക്കിയിട്ട് ഫോൺ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അവർ കുറേ വട്ടം ട്രൈ ചെയ്തു, ഫോണിൽ വിളിക്കാൻ നോക്കി. അപ്പോൾ ഏതൊരു അമ്മേനെ പോലെയും അവർക്ക് ആശങ്ക, ആങ്ഷ്യസ്നെസ് കൂടി തുടങ്ങി. കാരണം എന്ത് പറ്റി, എന്താ ഫോൺ എടുക്കാത്തത്? സത്യവതി ആണെങ്കിലും USA പുതിയതാണ്, അപ്പോൾ എന്തെങ്കിലും പറ്റിയോ, അതുകൊണ്ടാണോ എടുക്കാൻ പറ്റാത്തത്? അവരെവിടെയെങ്കിലും പുറത്ത് പോയി വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായോ, എവിടെയെങ്കിലും ലോസ്റ്റ് ആയോ, ഇതൊക്കെ എന്നുള്ള ചിന്തകളെല്ലാം അവരൊരുപാട് അലട്ടിയിരുന്നു. അപ്പോൾ പിന്നെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് ഉടനെ തന്നെ വെങ്കട്ടിനെ വിളിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വന്നെത്തുമ്പോഴത്തേക്കും സമയം വൈകിട്ടായിരുന്നു. വന്ന് വീട്ടിൽ നോക്കുമ്പോൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ബഹളങ്ങളില്ല. ഒരു കൊച്ചുണ്ടാകുമ്പോൾ നമ്മൾക്ക് ഊഹിക്കാമല്ലോ എന്തോരം ബഹളങ്ങളും കളി ചിരി എല്ലാം ഉണ്ടാകുമെന്ന്. പക്ഷെ വളരെ ചില്ലിങ് ആയിട്ടുള്ളൊരു നിശബ്ദതയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ലൈറ്റൊന്നും ഓണല്ല, വാതിൽ തുറന്നു കിടക്കുന്നു. അപ്പോൾ വെങ്കട്ട് സ്ലോലി വീടിനകത്തേക്ക് കയറി നോക്കി. വീട്ടിൽ നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അമ്മേന്ന് ഒരുപാട് വട്ടം വെങ്കട്ട് വിളിച്ചു നോക്കിയെങ്കിലും അമ്മ ഉത്തരം കൊടുത്തില്ല. മകളുടെ സൗണ്ട് കേൾക്കാനില്ല. അവരുടെ റൂം അത്ര വലിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നിമിഷത്തിലേക്ക് തന്നെ അവർക്ക് കിച്ചണിലേക്കുള്ള വ്യൂ കിട്ടി. കിച്ചണിൻ്റെ താഴെ അവരുടെ അമ്മ സാരിയിൽ ഒരുപാട് ബ്ലഡ് ഊസ് ചെയ്തിട്ടുള്ള രീതിയിൽ കിടക്കുന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അമ്മയ്ക്ക് ജീവനില്ല. അമ്മയുടെ കഴുത്ത് മുറിച്ച രീതിയിലാണ് കിടക്കുന്നത്. ഉടനെ തന്നെ മകളെ അന്വേഷിച്ച് അവർ റൂമുകളെല്ലാം കയറി ഇറങ്ങി. പക്ഷെ മകളെ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇമ്മീഡിയറ്റ്ലി വെങ്കട്ട് എമർജൻസി നമ്പറായ 911 വിളിച്ചു. പോലീസിനെ കാര്യങ്ങൾ അറിയിച്ചു. പോലീസ് ഉടനെ തന്നെ ചൈൽഡ് മിസ്സിങ് കേസായതുകൊണ്ടും എപ്പോഴാണ് മിസ്സായി തുടങ്ങിയ ടൈം അവർക്ക് എക്സാക്ട്ലി അറിയാത്തത് കൊണ്ടും തന്നെ ഇമ്മീഡിയറ്റ്ലി പോലീസ് ടീം ഡിസ്പാച്ച് ചെയ്ത് വെങ്കട്ട് വെണ്ണിയുടെയും ചെഞ്ചുലയുടെയും റെസിഡൻസിലെത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ അവിടെ നിന്നുള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തു. ഇനി അപ്പാർട്ട്മെൻറ്റിലെ നെയ്ബേഴ്സ് ആണെങ്കിലും ഇതെല്ലാം അറിഞ്ഞ് ഈ ബഹളം എല്ലാം കേട്ട് അവരും ചെഞ്ചുലതനെയും വെങ്കട്ടിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തി. ഉടനെ ആംബർ അലേർട്ട് ഡിക്ലെയർ ചെയ്തു. ഓൾ സോഷ്യൽ മീഡിയ, ലോക്കൽ ന്യൂസ് ചാനൽസിലെല്ലാം ഈ കുട്ടിയുടെ ഫോട്ടോയും നമ്മുടെ സാൻവിയുടെ ഫോട്ടോയും ഡിസ്ക്രിപ്ഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് മിസ്സിംഗ് കേസിനുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് അന്വേഷണം നടന്ന് സെർച്ച് പാർട്ടീസ് ഡിവൈഡഡ് ആയി. ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് എല്ലാം ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ തന്നെ റെസിഡൻസ് ആയിട്ടുള്ള ലോക്കൽ സിറ്റിസൻസ്, they all came together. അവരവിടെ എല്ലാം ഒരു മാൻ ഹണ്ട് they were all സെർച്ച് പാർട്ടീസ് ആയിട്ട് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ പോയിട്ട് എല്ലാവരും നന്നായി എഫേർട്ട് എടുത്ത് സെർച്ച് ചെയ്തു. പക്ഷെ അവിടെയൊന്നും സാൻവിനെ ലിങ്ക് ചെയ്യുന്ന ഒരു ലിങ്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴാണ് മദർ സത്യവതി അവിടെ സത്യവതിയുടെ ബോഡിക്ക് അടുത്തിൽ നിന്ന് തന്നെ അവർക്ക് 10 റാൻസം നോട്ട്സ് കിട്ടിയത്. ഈ റാൻസം നോട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റാൻസം നോട്ട്സിൽ അഡ്രസ്സ് ചെയ്യുന്ന പേര് ശിവ എന്ന് പറഞ്ഞാൽ വെങ്കട്ടിൻ്റെ വിളിപ്പേരാണ് ശിവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റാൻസം നോട്ട് എഴുതി തുടങ്ങിയിരിക്കുന്നത് തന്നെ. അതിൽ ഉള്ളത്, നിങ്ങൾ പോലീസിനെ ഒന്നും ഇത് അറിയിക്കരുത്, പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ സാൻവിനെ ജീവനോടെ കിട്ടില്ല, പകരം തുണ്ടമായി കഷ്ണങ്ങളാക്കിയ സാൻവിയുടെ ബോഡി മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. റാൻസം നോട്ട് പറയുന്നതും $50,000 ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അതും പേ ചെയ്യേണ്ട ഏരിയ ഞാൻ ഷോർട്ട്ലി ഇൻഫോം ചെയ്യും. അത് ഡ്രോപ്പ് ചെയ്യേണ്ടത് ശിവയുടെ വൈഫായിട്ടുള്ള ലതയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെങ്കട്ടിൻ്റെയും ചെഞ്ചുലതയുടെയും വിളിപ്പേരുകളാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത് ഈ റാൻസം നോട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്കല്ല പോലീസിന് വ്യക്തമായിരുന്നു ഇത് ഇവരെ പേഴ്സണലി അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ശിവ ലത എന്നുള്ള പേര്
ഒരിക്കലും ആ റാൻസം നോട്ടിൽ വരില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ശിവയോടും, അതായത് വെങ്കട്ടിൻ്റെ അടുത്തും ചെഞ്ചുലതയുടെ അടുത്തും അവർക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാർ, അവരുടെ ഈ പേരറിയുന്ന, അവർ ഈ നിക് നെയിം എടുത്ത് വിളിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോലീസ് പറഞ്ഞു. സൈമിൾട്ടേനിയസ്ലി ഈ സെർച്ച് പാർട്ടീസും അവരോടൊക്കെ, അതുമാത്രമല്ല ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരുടെയും എല്ലാം ഇൻ്റർവ്യൂസും പോലീസ് നടത്തുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ബിക്കോസ് ഓഫ് കോഴ്സ് ദിസ് ഈസ് എ ചൈൽഡ് മിസ്സിംഗ് കേസ്. ചൈൽഡ് മിസ്സിംഗ് കേസിൽ ടൈം ഇസ് എൻ എസെൻസ്. അങ്ങനെ ഇൻ്റർവ്യൂസ് നടത്തി, അതിൽ നിന്നൊന്നും നത്തിങ് ടേൺഡ് ഔട്ട്. അങ്ങനെയാണ് ഇവർ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുന്നത്. അതിലെ ഓരോരുത്തരെയും വിളിച്ച് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് അവരുടെ വെയർ അബൌട്ട്സ്, ആ സമയത്ത് അവർക്ക് എന്തൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം, എന്തൊക്കെയാണ് അവരുടെ ഇൻപുട്ട്, അവർക്ക് എങ്ങനെയാണ് ഇവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള ഇൻ്റർവ്യൂ കോൾസ് ഇവർ ചെയ്യാൻ തുടങ്ങി. അതിലെ ഒരാൾ മാത്രം ആൾ പറഞ്ഞ ആലബൈ, അതായത് ആൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോലീസിന് ആളുടെ ബോഡി ലാംഗ്വേജ് ഒന്നും അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല. സോ he was on the top of the suspect list, and that is രഘുനന്ദൻ യണ്ടമൂറൈ എന്ന് പറയുന്ന another person from who's living in the Merkis apartment on the first floor. അപ്പോൾ വെങ്കട്ട് വെണ്ണ is living on the 6th floor, രഘുനന്ദൻ is living on the first floor. ഇവർക്ക് 5 മാസത്തെ പരിചയമേ ഉള്ളൂ. അപ്പോൾ പുള്ളി വളരെ വിയേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്, ആളുടെ ബോഡി ലാംഗ്വേജ് ടെൻഷനൊക്കെ കൂടി നിൽക്കുന്നത് പോലെ. സോ ഈ ലിസ്റ്റ് ഉണ്ടാക്കി ഇവരെ ചോദ്യം ചെയ്തത് ഒക്ടോബർ 22nd ഇത് നടക്കുന്നത്. 23rd ലിസ്റ്റ് കിട്ടി. 24th ആണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. 24th ഇൻ്റർവ്യൂവിന് അപ്പോൾ രഘുനന്ദനോട് ഈ ഫോണിലുള്ള ഇത് കഴിഞ്ഞ് അവർ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അവിടുത്തെ ഇൻ്ററോഗേഷനിൽ ആദ്യം രഘുനന്ദൻ വളരെ സ്റ്റേണായിട്ട് പറഞ്ഞു, ഞാൻ ഓഫീസിലേക്ക് പോയി, അവിടെയായിരുന്നു ഞാൻ, അവിടെ നിന്നാണ് ഇത് അറിഞ്ഞത് എന്നൊക്കെ പറയാൻ തുടങ്ങിയെങ്കിലും പിന്നീട് രഘുനന്ദൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു, ഹീ ഈസ് ദ വൺ ബിഹൈൻഡ് ദിസ് ഹോൾ ആക്ട്. ആൻഡ് ദാറ്റ് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ഫോർ വെങ്കട്ട് ആൻഡ് ഫാമിലി. ബിക്കോസ് അവർ രഘുനന്ദനെ വളരെ ക്ലോസ് അക്വൈൻറ്റൻസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് അവർ തമ്മിൽ ഒരു ഓൾട്രക്കേഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇവരിവിടെ ഈ മർക്കീസ് അപ്പാർട്ട്മെൻറ്റിൽ മാറി അന്ന് മുതലുള്ള നല്ലൊരു ഫാമിലി ഫ്രണ്ടായിരുന്നു രഘുനന്ദൻ. ബിക്കോസ് ഹീ ഈസ് ഓൾസോ ഹെയിലിംഗ് ഫ്രം ആന്ധ്ര. അവർക്ക് 2 പേർക്കും ലൈക്ക് സെയിം കമ്മ്യൂണിറ്റി, അപ്പോൾ കുറച്ചും കൂടി ബോണ്ടഡ് ആവും അങ്ങനെയൊക്കെ. അതുമാത്രമല്ല എപ്പോഴും വീട്ടിൽ വന്ന കൊച്ചിനെ താലോലിപ്പിക്കാറുണ്ട്, അമ്മയായിട്ട് നന്നായി സംസാരിക്കാറുണ്ട്. സോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഇൻ്ററോഗേഷൻ്റെ ക്ലിപ്സ് ഇടുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് ജിസ്റ്റ് ഓഫ് ദി ഇൻ്ററോഗേഷൻ വേഴ്സ്. സോ പോലീസ് ചോദിച്ചു വന്നപ്പോൾ രഘുനന്ദൻ വളരെ അധികം ഡെപ്റ്റിലുള്ള ഒരാളായിരുന്നു. ഹി ഹാഡ് ദിസ് ഹാബിറ്റ് ഓഫ് ഗ്യാംബ്ലിങ്. അങ്ങനെ ഗ്യാമ്പിൾ ചെയ്ത് ഒരുപാട് എമൗണ്ട് ആൾ ലോസ് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഭാര്യയും താമസിക്കുന്നുണ്ടായിരുന്നു, ഭാര്യ പ്രഗ്നൻറ്റും ആയിരുന്നു. അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയും ഏറ്റവും പെട്ടെന്ന് തന്നെ കാശുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ആൾ സാൻവിനെ കിഡ്നാപ്പ് ചെയ്യാം എന്നൊരു നിലപാടിലേക്ക് വന്നത്. സാൻവിനെ കിഡ്നാപ്പ് ചെയ്യാൻ എന്ന് വിചാരിച്ച് തന്നെ ഈ ഡെപ്റ്റ് കളക്ടേഴ്സ് പിന്നാലെ നടന്ന് ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ആ സമയത്തിനോടടുത്താണ് ചെഞ്ചുലതയുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ആഘോഷം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവർ ഗോൾഡൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ രഘുനന്ദന് ഈ ഐഡിയ ഉദിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണെന്നുള്ളൊരു തോന്നലുണ്ടായി പുള്ളിക്ക്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇതെല്ലാം വിറ്റ് വെക്കുമ്പോൾ ഒരു $50,000 കിട്ടും, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാം എനിവൺ. കുട്ടീനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു, കാശ് കിട്ടുന്നു. വളരെ സിമ്പിളായിട്ടൊരു പ്ലാനായിട്ടാണ് പുള്ളിയെ തുടങ്ങിയത്. അന്ന് രാവിലെ ജോലിക്ക് പോയി. ജോലിയുടെ ഓഫീസിൽ നിന്നാണ് ഈ റാൻസം നോട്ട്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ റാൻസം നോട്ട് ആളവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഒരു 30 കോപ്പീസെങ്കിലും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രിൻ്റ് കൊണ്ട് ആൾ ജസ്റ്റ്
വീട്ടിലെ കിച്ചൺ നൈഫും കൊണ്ടാണ് സത്യവതിയുടെ അടുത്തേക്ക് ഈ വീട്ടിലേക്ക് പോകുന്നത്. പുള്ളി വിചാരിച്ചു അമ്മാമ്മനെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ എളുപ്പത്തിൽ തട്ടിക്കൊണ്ട് പോകാം, അപ്പോൾ കേർച്ചീഫ് കൊണ്ട് മുഖമൊക്കെ മൂടി. പക്ഷേ ദ ലവിങ് ഗ്രാൻഡ് മദർ അതിനൊന്നും നിന്നില്ല. ഷീ റെസിസ്റ്റഡ് ഇറ്റ്. വീട്ടിൽ കയറി പരിചയമുള്ള ലാംഗ്വേജിൽ സംസാരിച്ചുകൊണ്ട് തന്നെ സത്യവതി വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു കൊടുത്ത് ആൾ ബലം പ്രയോഗിച്ച് വീട്ടിൽ കയറി. മകളെ കൊച്ചുമോളെ കൊണ്ടുപോവാണ്, കാശ് ഇത്ര തരേണ്ടി വരും, എന്നിട്ട് ആ റാൻസം നോട്ട് അവിടെ എറിഞ്ഞു. പക്ഷേ അമ്മാമ്മ വിട്ടുകൊടുത്തില്ല. സത്യവതി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ തരില്ല എന്ന് സ്റ്റേൺ ആയിട്ട് തന്നെ പറഞ്ഞു. സോ രഘുനന്ദൻ്റെ വ്യൂ പോയിന്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രഘുനന്ദൻ പറയുന്നത് കൊച്ചു കൗച്ചിലിരിക്കുകയായിരുന്നു. പുള്ളി കൊച്ചിനെ എടുത്ത് കയ്യിൽ വെച്ചു. ബാലൻസ് തട്ടിയപ്പോൾ കത്തി വെച്ച് ഭീഷണി പിടിക്കുന്ന സമയത്ത് കത്തി അമ്മയുടെ കഴുത്തിക്കൂടെ വെട്ടിപ്പോയി എന്നാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതാണ് നടന്നത്. അതോടെ ആൾ ബാലൻസ് തെറ്റി കൊച്ചും ആളായിട്ട് താഴെ വീണു. കൊച്ചു കരയാൻ തുടങ്ങി. കൊച്ചിൻ്റെ കരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് വായിൽ തിരികെ കയറ്റി. അങ്ങനെ അമ്മ താഴെ വീണ് കുറച്ച് നേരം പെടഞ്ഞു. പിന്നെ ആൾ സ്റ്റില്ലായെന്ന് കണ്ടപ്പോൾ ആൾ പോയി നോക്കുമ്പോഴാണ് നല്ല ഡീപ്പായിട്ടുള്ളൊരു വൂണ്ട് കഴുത്തിൽ വന്നിട്ടുണ്ട്. സോ ഹി വാസ് ഷുവർ ദാറ്റ് ഷീ ഈസ് നോ മോർ. അപ്പോൾ ഉടനെ തന്നെ ആൾ റൂമിൽ പോയിട്ട് ഒരു ബാഗ് എടുത്തു, ഒരു ബ്ലൂ ട്രോളി ബാഗ്. ആ ബ്ലൂ ബാഗിൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് ജ്വല്ലറി കണ്ടു. അപ്പോൾ ആ ജ്വല്ലറി കൈക്കലാക്കി. അതിനുശേഷം അതിലൊരു ടവൽ കൊച്ചിൻ്റെ വായ ഒന്നും കൂടി പൂട്ടാൻ വേണ്ടി മൊത്തത്തിലായിട്ട് അങ്ങനെ കെട്ടി. എന്നിട്ട് കൊച്ചിനെ ആ ബാഗിനകത്താക്കി സിബിട്ട് അടച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കത്തിയും ഈ ബാഗിനകത്തിട്ട് പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ആൾ എങ്ങനെ ഈ CCTV കടന്നും ഇതെല്ലാം നോക്കാതെയും എങ്ങനെ ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ നിന്ന് പുറത്ത് കിടക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി B കോംപ്ലക്സ് ത്രൂ പുറത്ത് താഴെ വന്ന് എന്ത് ചെയ്യും ഈ ബാഗ് എന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ ഇവരുടെ താഴെ തന്നെ ഒരു ജിം ഉണ്ടായിരുന്നു. ആ ജിമ്മിനോട് അറ്റാച്ച് ചെയ്തൊരു സോണ ഉണ്ടായിരുന്നു. ആ സോണയ്ക്ക് ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. ആ വിൻഡോയുടെ ഉള്ളിൽ കൂടെ ഈ ചാടിക്കടന്ന് ആ സോണ റൂമിലേക്ക് കയറി. സോണ റൂം ക്വൈറ്റ് ഓഫൺ നോട്ട് യൂസ്ഡ് ആണ്. സോ വളരെ റെയർ ആയിട്ടാണ് അത് യൂസ് ചെയ്യാറ് തന്നെ ഉള്ളൂ എന്ന് അവിടെ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന ടെനൻ്റായ രഘുനന്ദയ്ക്ക് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ ബാഗ് അവിടെ ഒരു ബെഞ്ചിൻ്റെ താഴെ എടുത്തു വെച്ചു. എന്നിട്ട് ആൾ വിൻഡോന്ന് ചാടി പുറത്തേക്ക് കടന്ന്. ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു ചാടാനും ഒക്കെ അധികം പ്രശ്നമില്ലായിരുന്നു. പുറത്തേക്ക് കടന്നു. ആലബൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ഗ്രാവിറ്റിയും ഇനി എന്ത് എന്നുള്ളതൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായത്. സോ ഓൺ ദ വേ ഈ ജ്വല്ലറി എടുത്തത് ആൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ആൾക്ക് ടെൻഷനായിട്ട് അതാൾ അവിടെ വഴിയിൽ വെച്ചുള്ള ഒരു റിവറിൻ്റെ ഇതിൽ ഡിസ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. തിരിച്ചു വന്ന് സാൻവിക്ക് എന്തെങ്കിലും ആകുമോ, കുട്ടി ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു ബോട്ടിൽ വാങ്ങി അതിൽ മിൽക്ക് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് ഈ സോണ റൂമിലേക്ക് കയറി. അവിടെ എത്തിക്കഴിഞ്ഞ് ബാഗ് തുറന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് അനക്കമില്ല. ഹി ചെക്ക്ഡ് കൊച്ചു ബ്രീത്ത് ചെയ്യുന്നുണ്ടോയെന്ന്. കൊച്ചു ബ്രീത്ത് ചെയ്യുന്നില്ല. സോ ഹി റിയലൈസ്ഡ് ലൈക്ക് സാൻവി ഈസ് നോ മോർ ആസ് വെൽ. സോ അപ്പം മുതൽ ആൾ പാനിക്കാവാൻ തുടങ്ങി. എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്താണ് ചെയ്യണമെന്ന് അറിയില്ല. ബോട്ടിൽ അതേപോലെ എടുത്ത് ബാഗ് അതേപോലെ അടച്ച് അവിടെ തന്നെ വെച്ച് തിരിച്ചാൾ വന്നു. ആൻഡ് ദാറ്റ് ഈസ് പ്രിസൈസ്ലി the reason why he never contacted Venna or Chanjulatha regarding that ransom note and all those things back then. പക്ഷേ രഘുനന്ദൻ തന്നെ ഈ ഫുൾ കെയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലീസിനെ വിളിച്ചെല്ലാം ഉണ്ടായപ്പോൾ ഇവരെ കൂടെ നിന്ന് ഈ സെർച്ച് പാർട്ടി ക്രിയേറ്റ് ചെയ്യാനുമായിട്ടും എല്ലാത്തിനും മുൻനിരയിൽ നിന്ന്
പ്രിൻ്റ് ഔട്ട്സ്, സാൻവിയുടെ ഫോട്ടോയുടെ പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് രഘുനന്ദനായിരുന്നു. സോ ഇറ്റ് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ഫോർ വെങ്കട്ട് ഓർ ചെഞ്ചുലത ടു ബിലീവ് ദാറ്റ് ദിസ് ഗൈ ആക്ച്വലി ഡിഡ് ദിസ് എന്ന്. സോ ഇൻ്ററഗേഷനിൽ രഘുനന്ദൻ ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് he confessed to this crime. So on October 26th തന്നെ ആളെ അറസ്റ്റ് ചെയ്തു. And now he's convicted for this crime and he's still in the prison completing his life sentence. And ഇത് അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ ഒരു ഇന്ത്യൻ വംശജ തന്നെയാണ് കൊല്ലപ്പെട്ടതും ഇന്ത്യൻ വംശജൻ തന്നെയാണ് ഇത് ചെയ്തതും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു മർഡർ കേസായിരുന്നു സാൻവി മർഡർ കേസ്. സോ ടുഡേ വി ആർ വൈൻഡിങ് അപ്പ് വിത്ത് സാൻവി മർഡർ കേസ്. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഒരു മിസ്റ്ററിയോ മർഡർ സ്റ്റോറീസോ ഒക്കെ ആയിട്ട് ഐ വിൽ ബി ബാക്ക് വിത്ത് യു.